അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഭാഗ്യമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ലോകത്ത് എല്ലാവരും തേടുന്നത് ഒരു ഭാഗ്യമുള്ള ജീവിതമാണ്. ചിലർ ധനത്തെയാണ് ഭാഗ്യമെന്ന് കരുതുന്നത്, ചിലർ സൗന്ദര്യത്തെയും പ്രശസ്തിയെയുമാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ഭാഗ്യം അവളുടെ ദീനിലും സ്വഭാവത്തിലും അള്ളാഹുവിനോടുള്ള ബന്ധത്തിലുമാണ്. ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ ഹൃദയമാണ്. അവൾ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീയുടെ മഹത്വത്തെയും സ്ഥാനത്തെയും അത്യന്തം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇന്ന് നാം സംസാരിക്കുന്നത് ഭാഗ്യമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളാണ്. ഒന്നാമത്തെ അടയാളം ആദ്യത്തെ കൺമണി പെൺകുട്ടിയാവുക എന്നതാണ്. ഒരു വീട്ടിൽ ആദ്യമായി ജനിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാകുന്നത് ഇസ്ലാമിൽ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ വീട്ടിലേക്ക് കരുണയും നന്മയും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും പെൺമക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞാൽ അവർ അവന് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമെന്ന്. ഇന്ന് ചിലർ ആൺകുഞ്ഞിനെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നല്ല ഒരു പെൺകുട്ടി. അവൾ വളരുമ്പോൾ മാതാപിതാക്കൾക്ക് സ്നേഹവും പരിചരണവും കരുതലും നൽകുന്നവളായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ കൺമണി പെൺകുട്ടിയാകുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. ഇനി രണ്ടാമത്തെ അടയാളം താമസിയാതെ കുഞ്ഞുങ്ങളുണ്ടാവുക എന്നതാണ്. വിവാഹത്തിന് ശേഷം സന്താനാനുഗ്രഹം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. കുട്ടികൾ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. വീട്ടിലെ സമാധാനവും സന്തോഷവുമാണ് കുഞ്ഞുങ്ങൾ. കുട്ടികളില്ലാത്ത വേദന അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് സന്താനാനുഗ്രഹം ലഭിച്ചവർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ടത്, അവരെ ദീനുള്ളവരായി വളർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല മക്കൾ മാതാപിതാക്കളുടെ മരണത്തിൻ്റെ ശേഷവും അവർക്കായി ദുആ ചെയ്യുന്ന സ്വതഖത്തുൻ ജാരിയയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഉത്തരവാദിത്വവുമാണ്. മൂന്നാമത്തെ അടയാളം ദീനുള്ള ഭർത്താവിനെ ലഭിക്കുക എന്നതാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദീനുള്ള ഭർത്താവ്. ദീനുള്ള ഭർത്താവ് ഭാര്യയെ അള്ളാഹുവിലേക്കാണ് നയിക്കുക. അവളെ ഹറാമിൽ നിന്ന് തടയും, സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറും, കുടുംബത്തെ നന്മയുടെ വഴിയിൽ നയിക്കും. ഇന്ന് പല വീടുകളിലും സമാധാനം നഷ്ടമാകുന്നത് ദീനില്ലാത്തതിനാലാണ്. പണമുണ്ടെങ്കിലും സമാധാനമില്ല, സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമില്ല. എന്നാൽ ഒരു ഭർത്താവ് സുബഹിക്ക് ഭാര്യയെ വിളിച്ചുണർത്തുന്നവനാണെങ്കിൽ, ഖുർആൻ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവനാണെങ്കിൽ, ഹലാൽ ജീവിതത്തിലേക്ക് കുടുംബത്തെ നയിക്കുന്നവനാണെങ്കിൽ അവൾ ശരിക്കും ഭാഗ്യമുള്ള സ്ത്രീയാണ്. ഇനി നാലാമത്തെ അടയാളം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ തഖ്വയാണ്. തഖ്വ എന്നത് അള്ളാഹുവിനെ ഭയപ്പെടലും എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കലുമാണ്. പ്രശ്നങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും ആളുകൾ ഉപേക്ഷിച്ചാലും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥ വിജയി. ഇന്ന് പലർക്കും പുറമേയുള്ള സൗന്ദര്യമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ സമാധാനമില്ല. എന്നാൽ തഖ്വയുള്ള സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും. അവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ഉണ്ടാകും. ഇനി അഞ്ചാമത്തെ അടയാളം അറിവ് നേടാനുള്ള താല്പര്യമാണ്. ഇസ്ലാം പഠിക്കാനും അറിവ് നേടാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. അറിവുള്ള സ്ത്രീ ഒരു കുടുംബത്തെ തന്നെ മാറ്റിമറിക്കും. അവൾ തൻ്റെ മക്കളെ നല്ലവരാക്കി വളർത്തും. അവൾ ശരിയും തെറ്റും തിരിച്ചറിയും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സമയം കളയാൻ പലർക്കും മണിക്കൂറുകളുണ്ട്, പക്ഷേ ദീൻ പഠിക്കാൻ സമയമില്ല. ഓരോ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ അവൾ ഭാഗ്യമുള്ള സ്ത്രീയാണ്. അറിവ് മനുഷ്യനെ ഉയർത്തുന്നു. ദീൻ പഠിച്ച സ്ത്രീ സമൂഹത്തിനു തന്നെ ഒരു മാതൃകയാണ്. ഇനി ആറാമത്തെ അടയാളം പ്രസന്നമായ മുഖവും പുഞ്ചിരിയുമാണ്. ഒരു പുഞ്ചിരിക്ക് പോലും ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പുഞ്ചിരിയോടെയായിരുന്നു ജീവിച്ചിരുന്നത്. പ്രസന്നമായ മുഖമുള്ള സ്ത്രീ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരും. അവളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരുടെ മനസ്സ് നിറക്കും.
ഇന്ന് പലർക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യമാണ്. പക്ഷേ പുഞ്ചിരി ഒരു ദാനമാണ്. ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും പെരുമാറുന്ന സ്ത്രീ അവൾ വീടിനെ സ്വർഗമാക്കും. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവളുടെ മുഖത്തെ പുഞ്ചിരിയിലും ഹൃദയത്തിലും നന്മയിലുമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ വീടുകളെ ഈമാനിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വീടുകളാക്കി മാറ്റിത്തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദീനുള്ളവരായും തഖ്വയുള്ളവരായും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളായും അവൻ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.